സ്പെയിൻ ലോക ചാമ്പ്യന്മാരാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നോക്കണം. ഒപ്പം വേൾഡ് കപ്പ് ഫൈനലിന് ശേഷം ചില അവാർഡുകൾ കൊടുത്തിട്ടുണ്ടല്ലോ. ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ഗോൾഡൻ ബോൾ, അതുപോലെ തന്നെ ഗോൾഡൻ ബൂട്ട്, പിന്നെ ഗോൾഡൻ ഗ്ലൗ, പിന്നെ യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ്. ഇതിനെ ചുറ്റിപ്പറ്റി കുറെ കോൺട്രവേഴ്സീസ് ഒക്കെ ഇപ്പോൾ പോകുന്നുണ്ട്. ഡിസർവ്ഡ് ആണ്, ഡിസർവ്ഡ് അല്ല, അതാണ് ഇതാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നത്. ഒപ്പം സ്പെയിനിന്റെ ഈ ഒരു മികച്ച നേട്ടത്തെ കുറിച്ചും. അപ്പൊ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പൊ ആദ്യമേ പറയേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഓരോ ടീമും അവരുടെ സ്ക്വാഡ് പുറത്തുവിടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്രിറ്റിസിസം നേരിട്ട ഒരു കോച്ചാണ് സ്പെയിൻ്റെ കോച്ചായിട്ടുള്ള ഡീലഫോണ്ടയുടെ ആ ഒരു സ്ക്വാഡ് സെലക്ഷനെ ക്രിറ്റിസിസം ചെയ്യാത്ത ആളേ ഇല്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, റയൽ മാഡ്രിഡ് പോലൊരു ടീമിൽ നിന്നും, ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിലൊന്ന്, അതുപോലെ തന്നെ സ്പെയിനിലെ ഏറ്റവും മികച്ച ടീം, അവിടെ നിന്നും ഒരു താരത്തെ പോലും എടുത്തില്ല എന്നതായിരുന്നു ഏറ്റവും വലിയൊരു ക്രിറ്റിസിസം ആയിട്ട് മുന്നിട്ട് വെച്ചിരുന്നത്. എന്നാൽ വേൾഡ് കപ്പ് അവസാനിക്കുമ്പോൾ വേൾഡ് ചാമ്പ്യന്മാരാണ് സ്പെയിൻ. അവരുടെ കോച്ച് എടുത്ത തീരുമാനം 100% ശരിയായിരുന്നു എന്ന് നമ്മൾ കാണുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ആദ്യത്തെ മത്സരം കേപ്പ് വെർഡെ എന്ന് പറയുന്ന ഒരു ടീമിനോട് ഗോൾ രഹിത സമനിലയിൽ സ്പെയിൻ കുരുങ്ങിയ സമയത്ത് പലരും പറഞ്ഞിരുന്ന ഒരു കാര്യം, എനിക്കടക്കം വന്നിരുന്ന കമന്റ് ഉണ്ടായിരുന്നു. അതായത് റയലിന്റെ പ്ലേയേഴ്സ് പറ്റൂല, അപ്പൊ പിന്നെ നിങ്ങൾ അനുഭവിക്കും എന്ന രീതിയിലുള്ള കമന്റുകൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ കോച്ചിന്റെ ഡിസിഷൻ ആയിരുന്നു. അദ്ദേഹം തീരുമാനിച്ച കാര്യങ്ങൾ അദ്ദേഹം പ്രോപ്പറായിട്ട് ചെയ്തു. പ്രോപ്പറായിട്ട് അദ്ദേഹത്തിന് വേണ്ട പ്ലേയേഴ്സിനെ അദ്ദേഹം പിക്ക് ചെയ്തെടുത്തു. ആ പ്ലേയേഴ്സിനെ വെച്ചു കപ്പ് അദ്ദേഹം കൊണ്ടുപോയി എന്നതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അറിയാലോ, ടീം, അതായത് ക്ലബ്ബ് ഫുട്ബോൾ വേറെ, ഇന്റർനാഷണൽ ഫുട്ബോൾ വേറെ എന്നത് ക്ലിയർ ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ക്ലബ് തലത്തിൽ മികച്ച പെർഫോമൻസ് നടത്തിയാൽ അത് ഏത് ക്ലബ്ബിലാണെങ്കിലും ആ പ്ലെയറെ എടുക്കും. അതുപോലെ തന്നെ തനിക്ക് ആവശ്യമുള്ള, കോച്ചസിന് ആവശ്യമുള്ള പ്ലെയേഴ്സിനെയാണ് കോച്ചസ് പിക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനത്തെ രണ്ട് സംഭവം വെച്ചിട്ടാണ് പ്ലെയേഴ്സിനെ കോച്ച് എടുക്കുക എന്നത് പ്രോപ്പറായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് അവാർഡുകളിലേക്ക് വരാം. ആദ്യത്തെ കാര്യം, യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് പൗ കുബാർസിയാണ്. 110% ഡിസർവ്ഡ് ആയിട്ടുള്ള ഒരു അവാർഡാണ് പൗ കുബാർസിക്ക് ലഭിച്ചിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിന്റെ സ്ക്വാഡ് വന്ന സമയത്ത് എല്ലാ ആൾക്കാരും ചർച്ച ചെയ്തൊരു കാര്യമായിരുന്നു, പൗ കുബാർസിയെ ഫസ്റ്റ് ചോയ്സ് സെന്റർ ബാക്ക് ആയിട്ട് സ്പെയിൻ ഉപയോഗിക്കുന്നത് അത്ര മികച്ചൊരു തീരുമാനമേ അല്ല. പൗ കുബാർസി ബോൾ പൊസിഷൻ പ്രോപ്പറായിട്ട് നോക്കുന്ന ആളല്ല. അത് മാത്രമല്ല, ഹൈ ലൈൻ ഡിഫൻസ് അറിയാലോ, ബാഴ്സ കളിക്കുന്നത് ഹൈ അറ്റാക്കിംഗ് ഫുട്ബോളാണ്. അപ്പൊ ഹൈ ലൈനിൽ കളിക്കുന്ന ഒരു ഡിഫൻഡർ ആണ്. അപ്പൊ അത് സെറ്റ് ആവൂല, ഇതാണെന്നൊക്കെ പലരും പറഞ്ഞിരുന്നു. ഡാൻ ഹ്യൂസനെ എടുക്കുന്നതായിരുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്നൊക്കെ പലരും പറയുന്നത് നമ്മൾ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. പക്ഷേ ടൂർണമെന്റ് തീരുമ്പോൾ ടൂർണമെന്റിലെ ബെസ്റ്റ് യങ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് ആയിട്ട് ആൾ മാറി. 19 വയസ്സ്, 20 വർഷത്തെ എക്സ്പീരിയൻസോടെ ഒരു സെന്റർ ബാക്ക് എങ്ങനെ കളിക്കുന്നു അതുപോലത്തെ ഒരു പെർഫോമൻസ് ആള് വേൾഡ് കപ്പ് പോലൊരു ബിഗ് സ്റ്റേജിൽ നടത്തി എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. ഡാൻ ഹ്യൂസൺ മോശമൊന്നുമല്ല, ഡാൻ ഹ്യൂസൺ കിടിലൻ പ്ലെയർ ആണ്. പക്ഷെ ആളുടെ പെർഫോമൻസ് കഴിഞ്ഞ സീസണിലെ പെർഫോമൻസ് മോശമായിരുന്നു, അതുകൊണ്ട് എടുത്തില്ല. നല്ല പെർഫോമൻസ് നടത്തിയ ഈ ഒരു കുബാർസി എടുത്തു. കുബാർസി തിളങ്ങി, കിടിലൻ പെർഫോമൻസ് ആൾ നടത്തി. കോച്ചിന്റെ ഡിസിഷൻ അവിടെയും മികച്ച രീതിയിൽ നിൽക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. കുബാർസിയെ കുറിച്ച് പറയുമ്പോൾ, ഈ ഒരു വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ക്ലീൻ ഷീറ്റ്, 7 ക്ലീൻ ഷീറ്റ് നേടിയ ടീമാണ് ഈ ഒരു സ്പെയിന്. ഫൈനലിലും സെമിയിലടക്കം അവർ ക്ലീൻ ഷീറ്റ് നേടി. വേൾഡ് കപ്പിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് ടീമുകൾക്കെതിരെ പോലും അവർക്ക് ക്ലീൻ ഷീറ്റ് നേടാൻ പറ്റിയെങ്കിൽ അതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് കുബാർസി. ഞാൻ പല വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ വീഡിയോസ് സ്ഥിരം കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൗ കുബാർസി എന്ന് പറയുന്ന പ്ലെയറിന്റെ കൂടെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെന്റർ ബാക്കിനെ കളിപ്പിച്ചു കഴിഞ്ഞാൽ പൗ കുബാർസി നിർത്തി അങ്ങ് കത്തിക്കും. ഞാൻ പറഞ്ഞിരുന്നു, ഐമറിക് ലാപ്പോർട്ടിനെ പോലെ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള പ്ലെയർ കളിച്ചപ്പോൾ പൗ കുബാർസിയുടെ ഫുൾ പൊട്ടൻഷ്യൽ നമുക്ക് കാണാൻ പറ്റി. അതുകൊണ്ട് തന്നെ ബാഴ്സലോണയും ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സെന്റർ ബാക്കിനെ സൈൻ ചെയ്താൽ മാത്രമേ ബാഴ്സയിലും പൗ കുബാർസിയുടെ ആ ഒരു ഫുൾ പൊട്ടൻഷ്യൽ കാണാൻ പറ്റത്തുള്ളൂ എന്നതാണ്. ഈ 16 വയസ്സ്, 17 വയസ്സ്, 18 വയസ്സിൽ ഒക്കെ ഒരു ടീമിന് വേണ്ടി തിളങ്ങുക എന്ന് പറയുന്നത്, കിടിലൻ പെർഫോമൻസ് നടത്തുക എന്ന് പറയുന്നത്, ഫോർവേഡ്, വിങ്ങേഴ്സ്, മിഡ്ഫീൽഡേഴ്സ്, ഇവർക്കൊക്കെ അത് കോമൺ ആയിട്ട് പറ്റുന്ന കാര്യമാണ്. നമ്മൾ പല പ്ലെയേഴ്സിലും അത് കണ്ടിട്ടുള്ള കാര്യമാണ്. പക്ഷേ സെന്റർ ബാക്ക് പൊസിഷനിൽ കളിക്കുന്ന ഒരു പ്ലെയർ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനാണ്. ഒരു മിസ്റ്റേക്ക് മതി, ഒരൊറ്റ മിസ്റ്റേക്ക് മതി, മൊത്തത്തിൽ പോകും, കരിയർ തന്നെ പോകും. അതുപോലത്തെ ഒരു അവസ്ഥയായി മാറും. അങ്ങനത്തെ ഒരു പൊസിഷൻ, ക്രൂഷ്യൽ പൊസിഷനിൽ ഒരു മിസ്റ്റേക്ക് പോലും ഇല്ലാതെ വളരെ കാമായിട്ട്
കിടിലൻ ഒരു പെർഫോമൻസ് നടത്തുക എന്ന് പറയുന്നത് അത്ര ഈസി പരിപാടിയല്ല. അതാണ് കറന്റ്ലി പൗ കുബാർസി ചെയ്തിട്ടുള്ളത് ഈ ഒരു വേൾഡ് കപ്പ്. ഇനി രണ്ടാമത്തെ അവാർഡിലേക്ക് വരാം. ഗോൾഡൻ ബൂട്ട്. 10 ഗോളുകളുമായിട്ട് ഗോൾഡൻ ബൂട്ട് കിലിയൻ എംബാപ്പയാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. അറിയാലോ, വേൾഡ് കപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേർക്ക് ഭ്രാന്താകും. എംബാപ്പയ്ക്ക് ഭ്രാന്ത് പിടിക്കും. എംബാപ്പ അങ്ങ് ഇറങ്ങി ഒരു കളി കളിക്കും. അതാണ് നമ്മൾ ഈ ഒരു വേൾഡ് കപ്പിലും കണ്ടത്. വേറെ ലെവൽ പെർഫോമൻസ് എംബാപ്പയുടെ ഭാഗത്ത് നിന്ന് കണ്ടു. സെമിയിൽ അവർ പരാജയപ്പെട്ടു, അത് വേറെ കഥ. എന്നാൽ പോലും കിടിലൻ പെർഫോമൻസ് എംബാപ്പയുടെ ഭാഗത്ത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആള് ഡിസർവ്ഡ് ആയിരുന്നു. പിന്നെ പറയാൻ പറ്റില്ല, അറിയാലോ, നിങ്ങൾക്ക് അറിയാലോ, ഗോൾഡൻ ബൂട്ട് കൊടുക്കുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച ആൾക്കാർ. അപ്പൊ ഗോൾ അടിച്ചു കൊടുത്തു, അത്രേ ഉള്ളൂ. അപ്പൊ അതങ്ങ് വയ്ക്കുക. ഇനി അടുത്ത അവാർഡ് എന്ന് പറയുന്നത് ബെസ്റ്റ് പ്ലെയർ ഓഫ് ദ ടൂർണമെന്റ് അവാർഡായിട്ടുള്ള ഗോൾഡൻ ബോൾ അവാർഡാണ്. ഈ ഒരു അവാർഡിന് ഏറ്റവും കൂടുതൽ ഡിസർവ്ഡ് ആയിട്ടുള്ള പ്ലെയേഴ്സ് എന്ന് പറയുന്നത് ഫൈനലിൽ വന്ന 2 ടീമിലെ പ്ലെയേഴ്സ്, സ്പെയിനിലെയും അർജന്റീനയിലും. അർജന്റീനയിൽ ലയണൽ മെസ്സി 8 ഗോളും 4 അസിസ്റ്റുമായിട്ട് 12 ഗോൾ കോൺട്രിബ്യൂഷനോടുകൂടി അർജന്റീനയെ ഒറ്റയ്ക്ക് ഫൈനലിലേക്ക് എത്തിച്ചു. മറുഭാഗത്ത് ഈ ഒരു അവാർഡ് കിട്ടിയത് റോഡ്രിക്കാണ്. റോഡ്രി ഒരു ഗോളോ അസിസ്റ്റോ ഒന്നും നേടിയിട്ടില്ല. പക്ഷെ റോഡ്രിക്ക് അവാർഡ് കൊടുത്തു എന്നാണ് പലരും പറയുന്ന ഒരു കാര്യം. നമ്മൾ ഒരൊറ്റ നിലപാടെടുത്തു കഴിഞ്ഞാൽ 2 പ്ലേയേഴ്സും ഡിസർവ്ഡ് ആയിട്ടുള്ള പ്ലേയേഴ്സ് തന്നെയാണ്, നോ ഡൗട്ട്, അതിലൊരു സംശയം വേണ്ട. പക്ഷേ ഇവിടെ ഇവരെ വ്യത്യസ്തരാക്കിയത് ഒരാൾക്ക് കപ്പ് കിട്ടി, ഒരാൾക്ക് കപ്പ് കിട്ടിയില്ല എന്നത് വെച്ചിട്ടാണ്. അത്രേ ഉള്ളൂ. ഈ സ്പെയിനിനെ സംബന്ധിച്ച് റോഡ്രി കളിക്കുന്ന ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ പൊസിഷനാണ്, ഒരു സിംഗിൾ പിയോട്ട്, ആ ഒരു പിയോട്ട് റോളിലാണ് റോഡ്രി കളിക്കുന്നത്. അപ്പോൾ ആ ഒരു പൊസിഷനിൽ കളിക്കുന്നത് കൊണ്ട് തന്നെ ആൾക്ക് കൂടുതലായിട്ട് ഗോൾ അടിക്കാനോ അസിസ്റ്റ് നൽകാനോ ഒന്നും കഴിഞ്ഞൊന്നും വരത്തില്ല. പക്ഷേ ആള് ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്റ്റ് കളി കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. കിടിലനായിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് ആൾ അവിടെ ഉണ്ടാക്കുന്നുണ്ട്, നോ ഡൗട്ട്, അതിലൊരു സംശയമേ വേണ്ട എന്നതാണ്. കിടിലൻ ഇമ്പാക്റ്റ് ആളവിടെ ചെയ്യുന്നുണ്ട്. സ്പെയിൻ്റെ മത്സരങ്ങൾ സ്ഥിരം കണ്ടവരാണെങ്കിൽ അറിയാം. ഈ ഒരു വേൾഡ് കപ്പിലെ എല്ലാ സ്പെയിൻ്റെ മത്സരങ്ങളും കണ്ട ആളാണ് ഞാൻ. സ്പെയിന് മറ്റു ടീമുകളിൽ നിന്ന് സ്പെയിനെ വ്യത്യസ്തരാക്കുന്നത് റോഡ്രി എന്ന് പറയുന്ന ഒരു മിഡ്ഫീൽഡറാണ്. സ്പെയിൻ്റെ സെൻട്രൽ ഫോർവേഡിനേക്കാൾ മികച്ച സെൻട്രൽ ഫോർവേഡുള്ള ടീമുണ്ട് വേൾഡ് കപ്പിൽ. അതുപോലെ തന്നെ സ്പെയിൻ്റെ വിങ്ങേഴ്സിനേക്കാൾ മികച്ച വിങ്ങേഴ്സ് ഉള്ള ടീമുണ്ട്. സ്പെയിൻ്റെ മിഡ്ഫീൽഡേഴ്സിനേക്കാൾ മികച്ച മിഡ്ഫീൽഡേഴ്സ് ഉള്ള ടീമുണ്ട്. അതുപോലെ തന്നെ സ്പെയിൻ്റെ ഡിഫൻസിനേക്കാൾ മികച്ച ഡിഫൻഡേഴ്സ് ഉള്ള ടീമുണ്ട്. പക്ഷേ അവരെ വ്യത്യസ്തരാക്കിയത് റോഡ്രി എന്ന് പറയുന്ന ആ ഒരു മിഡ്ഫീൽഡറിന്റെ പെർഫോമൻസ് ആണ്. പിന്നെ മെസ്സി ഡിസർവ്ഡ് ആണ്. ഈ ഒരു ഫൈനല് അർജന്റീന ജയിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ മെസ്സിക്ക് കിട്ടിയേനെ ഈ ഒരു ഗോൾഡൻ ബോള്. ഇത്തവണ ഇവിടെ ഇങ്ങോട്ടാണ് റോഡ്രിക്കാണ് കിട്ടിയത്. അവർ ജയിച്ചു, റോഡ്രിക്ക് കൊടുത്തു. ചില സമയങ്ങളിൽ തോൽക്കുമ്പോൾ പോലും കിട്ടാറുണ്ട്. അതായത് 2018 ലൂക്ക മോഡ്രിച്ചിന്, 2014 മെസ്സിക്കൊക്കെ കിട്ടിയത് അവരപ്പോൾ വേൾഡ് കപ്പ് നേടിയിട്ടില്ല, തോറ്റിരുന്നു. എന്നാൽ പോലും അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് അതിന് ഒരു നല്ല കോമ്പറ്റീഷൻ കൊടുത്ത് വേറൊരു പ്ലെയർ ഇല്ലായിരുന്നു. പക്ഷെ ഇവിടെ 2 പ്ലെയേഴ്സ് വന്നു, 2 പ്ലെയേഴ്സിന്റെ ടീമും ഫൈനലിൽ വന്നു. അവരിൽ ജയിച്ച ടീമിന്റെ പ്ലെയേഴ്സിന് കൊടുത്തു. 2 പേരും ഡിസർവ്ഡ് ആയിരുന്നു. റോഡ്രി അത് വാങ്ങാൻ പോകുമ്പോൾ ഗ്രൗണ്ട് മൊത്തം ഒരൊറ്റ ഒച്ചയാണ് കേട്ടിട്ടുണ്ടായിരുന്നത്, മെസ്സി 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 എന്നൊരൊച്ച. അപ്പൊ അത് തന്നെ വലിയൊരു നേട്ടമാണ്. പിന്നെ മെസ്സി ഇത് 2 തവണ നേടിയിട്ടുള്ള ഒരു അവാർഡ് കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു വലിയ സംഭവമായിട്ട് കാണേണ്ട ആവശ്യമില്ല. 2 പേരും ഡിസർവ്ഡ് ആയിരുന്നു. കപ്പ് കിട്ടിയ ആൾക്ക് അത് ലഭിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമ്മൾ അടുത്ത കാര്യത്തിലേക്ക് വരാം. ഗോൾ കീപ്പർ അവാർഡ് ഉനൈ സിമോൺ ആണ് സ്വന്തമാക്കിയത്. സത്യം പറയാലോ, ഉനൈ സിമോൺ ഈ ഒരു അവാർഡിന് ഡിസർവ്ഡ് അല്ല. ആൾക്ക് 7 ക്ലീൻ ഷീറ്റ് ഉണ്ട്. പക്ഷെ ആ ക്ലീൻ ഷീറ്റ് കിട്ടാൻ കാരണം ആളാണോ, ഉനൈ സിമോൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം സ്പെയിൻ്റെ ഡിഫൻസ് അത്രയും കിടിലനായിട്ടുള്ളൊരു നിന്നത് കൊണ്ടാണ് ഉനൈ സിമോണിന് ആ ഒരു 7 ക്ലീൻ ഷീറ്റ് നേടാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, വേറൊരു കീപ്പർ ഇല്ല. വേറെ ആർക്ക് കൊടുക്കും? വേറെ ആളില്ല കൊടുക്കാൻ. ഇല്ലെങ്കിൽ അതിനനുസരിച്ച് ഒരു 4-5 ക്ലീൻ ഷീറ്റ് ആയിട്ട് ഒക്കെ നിൽക്കുന്ന ഫൈനലൊക്കെ എത്തി വേറൊരു കീപ്പർ ഉണ്ടായിരുന്നെങ്കിൽ കൊടുക്കായിരുന്നു. വേറെ കീപ്പറില്ലെങ്കിൽ ഇപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അതാണ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആൾക്ക് കൊടുത്തതാണ്. ഇപ്പൊ ഫൈനൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 11 സേവുകളായിരുന്നു ഈ ഒരു അർജന്റീനയുടെ കീപ്പറായിട്ടുള്ള എമിലിയാനോ മാർട്ടിനസ് ചെയ്തത്. 11 സേവ്. മറുഭാഗത്ത് ഉനൈ സിമോൺ ഈ ഒരു എൻറ്റയർ മൊത്തം ടൂർണമെന്റിലും ചെയ്തത് 10 സേവാണ്. അപ്പോൾ മനസ്സിലായല്ലോ, അത്രയും ഡിഫൻസിനെ അത്രയും ടെസ്റ്റ് ചെയ്യാനോ ഉനൈ സിമോണിനെ വലിയ രീതിയിൽ ടെസ്റ്റ് ചെയ്യാനോ ഓപ്പോസിറ്റ് ടീമിന് കഴിഞ്ഞിട്ടില്ല. ഫുൾ ആധിപത്യത്തോടെ ജയിച്ചൊരു ട്രോഫിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഉനൈ സിമോണിന് അല്ലാതെ വേറെ ഒരാൾക്ക് കൊടുക്കാനായിട്ട് വേറെ കീപ്പർ ഇല്ല. അത് അത്രയും പെർഫോമൻസ് നടത്തിയ വേറെ കീപ്പേഴ്സ് ഇല്ല. ഇപ്പൊ എൻ്റെ അടുത്ത് പറയുവാണ് ഏതെങ്കിലും ഒരു കീപ്പറിന് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മറ്റേ
ഒഫീഞ്ഞ ഇല്ലേ, ആ മറ്റേ ക്യാബ് വർദ്ധയുടെ കീപ്പർ, ആൾക്ക് കൊടുക്കും. ആൾ അത്രയും മികച്ച പെർഫോമൻസ് നടത്തി. പക്ഷെ അവര് റൗണ്ട് ഓഫ് 32 തന്നെ പുറത്തായ ടീമാണ്. 4 കളി, പക്ഷെ 4 കളിയിലും കിടിലം സേവ് കൊടുക്കുക. അവരുടെ ലോക്കൽ കളി ആള് കളിച്ചിട്ടുണ്ട്. എല്ലാ മാച്ചിലും 6ഉം 7ഉം 8ഉം 10ഉം സേവ് വെച്ച് ആള് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾക്ക് കൊടുക്കുമായിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലിലെത്തി, അത് മാത്രമല്ല ഈ സെമിയിലൊക്കെ എത്തുന്ന അവിടെ ആ ഒരു ലെവലിൽ എത്തുന്ന കീപ്പേഴ്സിൽ മികച്ച കീപ്പേഴ്സിനാണ് കൊടുക്കുക. അവിടെ അങ്ങനെ ആരുമില്ല, വേറെ ആരുമില്ല. ഉനൈ സിമോൺ അത് കൊടുത്തു എന്നതാണ്. അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റിൽ പറയുക. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റ് കാണാം, എൻ്റെ ഒരു എന്താ പറയാ ഒപ്പീനിയൻ, ഇല്ലെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്, അത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റിൽ പറയുക. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുഡ് ഷാർ.